ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുൻപേലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീന കടപ്പെട്ട ഒരു വീട്ടിലോട്ട് വരികയാണ്. വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ബാഗ് തുറന്ന് ഡ്രസ്സ് എടുക്കാൻ നേരത്തെ ഒന്നില്ലാതെ എല്ലാ ഡ്രസ്സുകളും കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടേക്കുവാണ്. അലീന നോക്കുമ്പോൾ ഒന്നും ബാക്കിയില്ല, എല്ലാം മുറിച്ചിട്ടേക്കുന്നു. ആരാ ചെയ്തതെന്ന് അലീനയ്ക്ക് അറിയത്തുമില്ലല്ലോ. അലീന അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ എന്തോ സംഭവിച്ചെന്നറിയാതെ അലീന ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം ബാഗെല്ലാം അടച്ചു വെച്ചിട്ട് പുറത്ത് വന്ന് മുറ്റമൊക്കെ തൂക്കുകയാണ്. നമ്മുടെ കൃഷ്ണ സ്കൂളിൽ വിട്ട് വരികയാണ്. അലീനയെ കണ്ടതും അലീന ചേച്ചി എപ്പോൾ വന്നെന്നൊക്കെ പറഞ്ഞോണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണയെടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിരുന്നു എന്ന് ചോദിക്കും. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? ഇവിടെ ഞാനും രോഹിത്തേട്ടനും ബബിയച്ചിയിലേ ഉള്ളൂ, പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ലെന്ന് പറയും. അല്ല മോളെ, എൻ്റെ ബാഗിലെ ഡ്രസ്സെല്ലാം ആരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആരാ ചേച്ചി? അറിയത്തില്ല മോളെ, ഒന്നുമില്ലാതെ എല്ലാ ഡ്രസ്സും മുറിച്ചിട്ടേക്കുമെന്ന് പറയും. അങ്ങനെ പിന്നെ കൃഷ്ണ ഓടി വന്ന് അലീനയുടെ മുറി വന്ന് ബാഗ് നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഡ്രസ്സുകളും മുറിച്ചിട്ടേക്കുവാന്ന്. അപ്പം കൃഷ്ണയ്ക്ക് സംശയം തോന്നി ബബിതയെ വിളിക്കും. അങ്ങനെ ബബിതയോട് ചോദിക്കും, ബബിയേച്ചി അവിടെ നിന്ന് എന്താടി, ചേച്ചിയാണോ അല്ലെങ്കിൽ ചേച്ചിയുടെ മുറി കയറി ഡ്രസ്സെല്ലാം കട്ട് ചെയ്തിട്ടേന്ന് ചോദിക്കും. ഞാനോ? ആ ഡ്രസ്സെല്ലാം മുറിച്ചിട്ടേക്കുന്നത്, വേറെ ആരും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയും വീട്ടിൽ. അതെ, ഞാൻ തന്നെ മുറിച്ചിട്ടത്. അവളുടെ ഡ്രസ്സ് മാത്രമല്ല, അവളുടെ മുടിയും മുറിക്കും, വേണ്ടി വന്ന് അവളുടെ തലയും മുറിച്ച് കളയുമെന്ന് പറയും. അവിടെ ചേച്ചിക്ക് നാണമില്ലേ അല്ലെങ്കിൽ ഇച്ചിരി പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട്? ഒന്നുമില്ലെങ്കിൽ അല്ല ചേച്ചി അച്ഛൻ്റെ മോളല്ലേ എന്ന് പറയും. പിന്നെ അച്ഛൻ്റെ മോള്, എനിക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവളെ ഇവിടെ നോട്ടിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറയും. വരട്ടെ, അച്ഛൻ വരുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, നീ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ ബാലേന്ദ്രൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് വരും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് കൃഷ്ണ ഇതുപോലെ തന്നെ ബാലേന്ദ്രനോട് പറയും, അച്ഛാ അലീന ചേച്ചിയുടെ മുറിയിലുള്ള ഡ്രസ്സുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു, ആരാ ഒന്നും ഇപ്പോൾ അത് പറയത്തില്ല. അപ്പോഴത്തേക്ക് എന്താ പറയും, ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എല്ലാവരെയും വിളിക്കും. അങ്ങനെ അലീനയുടെ അടുത്ത് അവൻ ചോദിക്കും, നിൻ്റെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് വെച്ചു എന്ന് ചോദിക്കും. അറിയത്തില്ല അച്ഛാ, മുറിക്കകത്ത് കയറി ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുമെന്ന് പറയും. അങ്ങനെ ബബിതയും രോഹിത്തിനെയും വിളിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് ചോദിക്കും, ആരാ അലീനയുടെ മുറി കയറി ഡ്രസ്സെല്ലാം കട്ട് ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനെ മിണ്ടത്തില്ല. മറ്റു ചോദിക്കും, നിന്നോടാ ചോദിച്ചത്, നീയാണോ ബബിതയെന്ന് ചോദിക്കും. ഉടനെ സത്യം പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള വഴി എനിക്കറിയാമെന്ന് പറയും. ഉടനെ ബബിത അങ്ങ് പേടിക്കും. പിന്നെ ബബിത ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ നിവർത്തി പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഉടനെ ബബിത പറയും, ഞാനാ മുറിച്ചതെന്ന് പറയും. എന്ത് കാര്യത്തിനെന്ന് ചോദിക്കും. അതെനിക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് മുറിച്ചതെന്ന് പറയും. നീ കാണിച്ചതിന് നിൻ്റെ കരണം അടിച്ച് പൊളിക്കേണ്ടതാണെന്ന് പറയും. നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ ഡ്രസ്സെല്ലാം നീ മുറിക്കുമോ എന്ന് ചോദിച്ചു. നിൻ്റെ അഹങ്കാരം കാണിക്കാനേ ഇത് കൈതക്കൽ മാളിക വീടല്ല, ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടാന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത അങ്ങ് ഞെട്ടും. നീ ഈ കാണിച്ച അഹങ്കാരത്തിനെ നിനക്ക് എന്താ ശിക്ഷ തരേണ്ടതെന്ന് അറിയാവോ? നിനക്കൊക്കെ വേണ്ടുന്ന സാധനങ്ങൾ അപ്പപ്പോൾ എത്തിച്ച് തരുന്നതിൻ്റെ ഹുങ്ക നീയൊക്കെ കാണിക്കുന്നത്. ആ കൊച്ച് ഒരു നേരത്തെ ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ കാശുകൊണ്ട് ഉണ്ടാക്കി എടുത്ത ഡ്രസ്സാണ് നീ നശിപ്പിച്ച് കളഞ്ഞതെന്ന് പറയും. അവൾ എൻ്റെ മകളാണ് നിനക്കറിയത്തില്ലെന്ന് ചോദിക്കും. പിന്നെ നീ എന്തിനാ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇന്ന് രാത്രി മൊത്തം നീ പട്ടിണി ഇരിക്കണമെന്ന് പറയും. ബബിത ദേഷ്യപ്പെട്ട് അങ്ങ് മുറിയിലോട്ട് കയറി പോകുന്നുണ്ട്. രോഹിത്വം കയറി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നേരെ ബാലചന്ദ്രൻ അലീനയുടെ റൂമിലോട്ട് വരും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ചേഞ്ച് ചെയ്യാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലേ മോളെ എന്ന് ചോദിക്കും. സാരമില്ല അച്ഛാ, 1-2 ഇരിപ്പുണ്ടെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, നാളെ ആവട്ടെ, നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാമെന്ന് പറയും. സാരമില്ല അച്ഛാ, എൻ്റെ പൈസയുണ്ട്, ഞാൻ മേടിക്കാമെന്ന് പറയും. ആ കാശൊക്കെ നിൻ്റെ ഇരിക്കട്ടെ, നമുക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, നിനക്ക് ആവശ്യമുള്ളത് ഒന്ന് മേടിക്കാമെന്ന് പറയും. എങ്കിൽ ഞാനും അല്ലേ ചേച്ചി കൊണ്ട് പോയി മേടിക്കാം. അയ്യോ വേണ്ട എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും, വേണ്ട, നിനക്ക് നാളെ സ്കൂളിലൊക്കെ പോകാനുള്ളതില്ലേ, ഞാനും കൂടി പോകാമെന്ന് പറയും. അപ്പോൾ നിനക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നീ കടയിൽ വന്ന് മേടിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ബബിതയും കൃഷ്ണയും കൂടി അലീനയും കൃഷ്ണയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ബബിത ഇറങ്ങി വരുവാണ്. അപ്പോൾ ചോദിക്കും, നീ ജയിച്ചെന്ന് കരുതണ്ടടി നീ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, അലീന ചോദിക്കും, നിനക്ക് എന്തിനാ ബബിത എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്? നീ ചെയ്തതെല്ലാം ദ്രോഹമാടി, നീ എന്നെ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ബബിതേ, നീ ഓരോരോ ഉരാക്കുടുക്കിലോട്ടാണ് ചെന്ന് ചാടുന്നത്, അവസാനം നിനക്ക് കൂട്ടായിട്ടിന്ന് ഞാൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയും. നിൻ്റെ ഏതൊരാപത്തിലും നിനക്ക് ഞാനേ കാണത്തുള്ളൂ എന്ന് പറയും. ഉടനെ പറയും, നിൻ്റെ കൂട്ടോ, എൻ്റെ ജീവിതം കുട്ടിച്ചോറായാൽ പോലും നിൻ്റെ സഹായത്തിന് ഞാൻ വരുത്തില്ലെന്ന് പറയും. അങ്ങനെ അലീനയോട് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം മനുശങ്കർ വിളിക്കുകയാണ്. മനുശങ്കർ അലീനയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ പറയും, ഇനി താ ചേച്ചി, എനിക്ക് മനുവിനോട് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ മനുവിനോട് കൃഷ്ണമോൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ, ബബിത അലീനയുടെ ഡ്രസ്സെല്ലാം മുറിച്ചിട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ മോളെ എന്ന് ചോദിക്കും. അല്ല ചേച്ചി അല്ലേ ഒന്നും പറയത്തില്ലെന്നൊക്കെ പറയും. അതിനുശേഷം അലീനയുടെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറയുമ്പം അലീനയുടെ അടുത്ത് ചോദിക്കും, നീ എന്താ അലീന ഇതൊന്നും പറയാഞ്ഞെന്ന് പറയും. അത് അവളെൻ്റെ അനിയത്തിയല്ലേ മനുവേട്ട, അവളെന്തെങ്കിലും തെറ്റ് ചെയ്താലും നമുക്കത് അവളെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറയും. അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകും തോന്നില്ല അലീന എന്നൊക്കെ പറയും. അതിനുശേഷം ബാലേന്ദ്രൻ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തി എടുത്ത് ബാലേന്ദ്രൻ ചോദിക്കും, എന്താണ് നിൻ്റെ അവസാനത്തെ തീരുമാനം, നീ ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് നെടുമുരയിൽ വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ വൈജയന്തി പറയും, എനിക്കൊരു തീരുമാനമില്ല, എനിക്കിനി നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ വൈജയന്തി ഇനി ബാലചന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുമോ? അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.